ഹായ് ഓൾ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എൽ ഡി സിയിലെ കലാ കായിക സാഹിത്യ സംസ്കാരത്തിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, കംപ്ലീറ്റ് ആയിട്ട് കാണുകയും ചെയ്യുക. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബും അതേപോലെ തന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ്? നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ മാനവേദൻ രാജ, ഓപ്ഷൻ ബി കോട്ടയത്ത് തമ്പുരാൻ, ഓപ്ഷൻ സി ഉണ്ണായി വാര്യർ, ഓപ്ഷൻ ഡി കൊട്ടാരക്കര തമ്പുരാൻ. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്? അപ്പോൾ നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ്? നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യരാണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഈ നളചരിതം ആട്ടക്കഥയെ കേരളത്തിൻ്റെ ശാകുന്തളം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നളചരിതം ആട്ടക്കഥയെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരെന്താണ്? കേരളത്തിൻ്റെ ശാകുന്തളം. ഈ കേരളത്തിൻ്റെ ശാകുന്തളം എന്ന് നളചരിതം ആട്ടക്കഥയെ വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിൻ്റെ ശാകുന്തളം എന്ന് ഏതിനെ വിശേഷിപ്പിച്ചത്? നളചരിതം ആട്ടക്കഥയെ വിശേഷിപ്പിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഉണ്ണായി വാര്യർ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ്. ഓപ്ഷൻ എ ചെറുതുരുത്തി, ഓപ്ഷൻ ബി ഇരിങ്ങാലക്കുട, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി ഷൊർണൂർ. ഇതിലേതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? അപ്പോൾ ഉണ്ണായി വാര്യർ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇരിങ്ങാലക്കുടയിലാണ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഇരിങ്ങാലക്കുടയിലാണ് ഉണ്ണായി വാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഈ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഇരിങ്ങാലക്കുട വരുന്നത്. അപ്പോൾ അവിടെയാണ് ഉണ്ണായി വാര്യരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ബാലരാമഭാരതം എന്ന നാട്യശാസ്ത്ര ഗ്രന്ഥം രചിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഏതാണ്? ബാലരാമഭാരതം എന്ന നാട്യശാസ്ത്ര ഗ്രന്ഥം രചിച്ചിട്ടുള്ള തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ എ അശ്വതി തിരുനാൾ രാമവർമ്മ, ഓപ്ഷൻ ബി കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ, ഓപ്ഷൻ സി കിളിമാനൂർ രാജരാജവർമ്മ, ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? അതെ, ഓപ്ഷൻ ബി കാർത്തിക തിരുനാൾ ബാലരാമവർമ്മയാണ് ഏത് നാട്യശാസ്ത്രം രചിച്ചത്? ബാലരാമഭാരതം എന്ന നാട്യശാസ്ത്രം രചിച്ചിട്ടുള്ള തിരുവിതാംകൂർ ഭരണാധികാരി. കാർത്തിക തിരുനാൾ ബാലരാമവർമ്മേനെ വേറെ രണ്ട് പേരിലും കൂടി വിശേഷിപ്പിക്കാറുണ്ട്. അതും ചിലപ്പോൾ ഓപ്ഷനിൽ തരാനുള്ള ചാൻസ് ഉണ്ട്. ധർമ്മരാജ എന്നോ കിഴവൻ രാജ എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്? കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ തന്നെയാണ്. ഈ തിരുവിതാംകൂർ രാജവംശം കഥകളിയുടെ വളർച്ചയ്ക്കും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നാട്യശാസ്ത്രവും ആട്ടക്കഥകളൊക്കെ രചിച്ചിട്ടുണ്ടായിരുന്ന ഒരു രാജവംശം കൂടിയാണ് തിരുവിതാംകൂർ രാജവംശം എന്ന് പറയുന്നത്. കുറേ കലാകാരന്മാർ തിരുവിതാംകൂറിൽ നിന്ന് കഥകളിലേക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ബാലരാമഭാരതം ആരാ രചിച്ചത്? കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് ധർമ്മരാജ അല്ലെങ്കിൽ കിഴവൻ രാജ. നാലാമത്തെ ക്വസ്റ്റ്യൻ: രുക്മിണി സ്വയംവരം, പൂതനമോക്ഷം എന്നീ ആട്ടക്കഥകൾ ആരുടെ ആണ്? എന്താണ് രുക്മിണി സ്വയംവരം, പൂതനമോക്ഷം എന്നീ ആട്ടക്കഥകൾ ആരുടെയാണ്? ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ബി കിളിമാനൂർ രാജരാജവർമ്മ, ഓപ്ഷൻ സി അശ്വതി തിരുനാൾ രാമവർമ്മ, ഓപ്ഷൻ ഡി ഇരയമ്മൻ തമ്പി. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്? അപ്പോൾ രുക്മിണി സ്വയംവരം അതുപോലെ തന്നെ പൂതനമോക്ഷം എന്നീ ആട്ടക്കഥകൾ രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി അശ്വതി തിരുനാൾ രാമവർമ്മയാണ് അത് രചിച്ചിട്ടുള്ളത്. അപ്പോൾ രുക്മിണി സ്വയംവരവും പൂതനമോക്ഷവും ആരുടെ ആട്ടക്കഥയാണ്? അശ്വതി തിരുനാളിൻ്റെ ആട്ടക്കഥയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ഉത്തരാസ്വയംവരം എന്ന ആട്ടക്കഥ ആരുടെയാണ്? ഓപ്ഷൻ എ ഇരയമ്മൻ തമ്പി, ഓപ്ഷൻ ബി കിളിമാനൂർ രാജരാജവർമ്മ, ഓപ്ഷൻ സി മാധവൻ നായർ, ഓപ്ഷൻ ഡി ഉണ്ണായി വാര്യർ. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? ഉത്തരാസ്വയംവരം ആട്ടക്കഥ ആരുടെയാണ്?
അപ്പോൾ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? ഇരയമ്മൻ തമ്പിയാണ്. അപ്പോൾ ഇരയമ്മൻ തമ്പിയാണ് ഏത് ആട്ടക്കഥ രചിച്ചത്? ഉത്തരാ സ്വയംവരം എന്ന ആട്ടക്കഥ രചിച്ചത്. അതേപോലെ തന്നെ ഇരയമ്മൻ തമ്പി രചിച്ചിട്ടുള്ള 2 ആട്ടക്കഥകൾ കൂടിയുണ്ട് എക്സ്ട്രാ. ഉത്തരാ സ്വയംവരം കൂടാതെ വേറെ 2 എക്സ്ട്രാ ഇതും കൂടിയുണ്ട്, ആട്ടക്കഥകൾ കൂടിയുണ്ട്. ഏതൊക്കെയാണ്? കീചകവധം ആട്ടക്കഥയും അതേപോലെ തന്നെ ദക്ഷയാഗം എന്ന് പറഞ്ഞിട്ടുള്ള ആട്ടക്കഥയും ഉത്തരാ സ്വയംവരവും രചിച്ചിട്ടുള്ളത് ആരാണ്? ഇരയമ്മൻ തമ്പിയാണ്. ഇരയമ്മൻ തമ്പിയെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന ലൈൻ ഏതാണ്? ഓമനത്തങ്കൾ കിടാവോ എന്ന് പറഞ്ഞിട്ടുള്ളതും രചിച്ചത് ആരാണ്? ഇരയമ്മൻ തമ്പിയാണ്. അപ്പോൾ ഇരയമ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ ഏതൊക്കെയാണ്? ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം, കീചകവധം. ഇത് 3ഉമാണ് ഇരയമ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ വരുന്നത്. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ, കർണശപഥം എന്ന ആട്ടക്കഥ രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ മാലി വി മാധവൻ നായർ, ഓപ്ഷൻ ബി മാലി എം മാധവൻ നായർ, ഓപ്ഷൻ സി ഇരയമ്മൻ തമ്പി, ഓപ്ഷൻ ഡി ഉണ്ണായി വാര്യർ. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? കർണശപഥം ആരുടെ ആട്ടക്കഥയാണ്? നമുക്ക് നോക്കാം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? മാലി വി മാധവൻ നായരാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഈ മാലി എന്ന് പറയുന്നത് മാധവൻ നായരുടെ തൂലികാ നാമമാണ് മാലി എന്ന് പറയുന്നത്. അദ്ദേഹം ഈ കർണശപഥം എന്ന് പറഞ്ഞിട്ടുള്ള ആട്ടക്കഥ എഴുതുന്നത് 20ാം നൂറ്റാണ്ടിലാണ്. ഈ ആട്ടക്കഥ 500 സ്റ്റേജുകളിൽ കഥകളി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം ഈ മാധവൻ നായർ, മാലി വി മാധവൻ നായർ ഒരു ഇന്ത്യൻ ലോയർ ആയിരുന്നു. അതേപോലെ തന്നെ ജേർണലിസ്റ്റ് ആയിരുന്നു, സ്പോർട്സ്മാൻ ആയിരുന്നു, റൈറ്റർ ആയിരുന്നു. ഈ മേഖലയിലൊക്കെ ഇദ്ദേഹത്തിന് എന്തുണ്ട്? കൈവച്ചിട്ടുണ്ട്. അപ്പോൾ കർണശപഥം ആരുടെ ആട്ടക്കഥയാണ്? മാലി വി മാധവൻ നായരുടെ ആട്ടക്കഥയാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, രാവണ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത് ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മാലി വി മാധവൻ നായർ, ഓപ്ഷൻ ബി കിളിമാനൂർ രാജരാജവർമ്മ, ഓപ്ഷൻ സി ഉണ്ണായി വാര്യർ, ഓപ്ഷൻ ഡി കിഴവൻ രാജ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി കിളിമാനൂർ രാജരാജവർമ്മയാണ് ഏത് ആട്ടക്കഥ രചിച്ചത്? രാവണ വിജയം എന്ന് പറഞ്ഞിട്ടുള്ള ആട്ടക്കഥ രചിച്ചത് ആരാണ്? കിളിമാനൂർ രാജരാജവർമ്മ ആണ്. ഇദ്ദേഹം ഈ ആട്ടക്കഥ എന്ന് പറയുന്നത് കഥകളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആട്ടക്കഥയാണ്. കിളിമാനൂർ രാജരാജവർമ്മ സ്വാതി തിരുനാളിൻ്റെ സുഹൃത്തായിരുന്നു. അതേപോലെ ഓപ്ഷനിൽ വേറൊരു ഓപ്ഷനും കിളിമാനൂർ കോയി തമ്പുരാൻ എന്നും തന്നാലും ആര് തന്നെയാണ്? കിളിമാനൂർ രാജരാജവർമ്മ തന്നെയാണ്. പിന്നെ ഈ കിളിമാനൂർ രാജരാജവർമ്മയ്ക്ക് ഒരു വിശേഷണമാണ് കരീന്ദ്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന കഥകളി ആചാര്യനും ആരാണ്? അല്ലെങ്കിൽ കഥകളി പണ്ഡിതൻ ആരാണ്? കിളിമാനൂർ രാജരാജവർമ്മയാണ്. അപ്പോൾ കിളിമാനൂർ രാജരാജവർമ്മയെക്കുറിച്ച് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഏതാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് രാവണ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത് കിളിമാനൂർ രാജരാജവർമ്മയാണ്. പിന്നെ കരീന്ദ്രൻ എന്ന വിശേഷണമുള്ള കഥകളി ആചാര്യൻ അല്ലെങ്കിൽ കഥകളി പണ്ഡിതൻ ആരാണ്? കിളിമാനൂർ രാജരാജവർമ്മയാണ്. അപ്പോൾ ഇന്ന് എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇത് നമ്മൾ കഥകളിയെക്കുറിച്ചിട്ടും കഥകളിയിൽ വന്നിട്ടുള്ള കഥകളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് LDCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അടുത്ത പാർട്ടിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഏതായിരുന്നു? നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ്? ഉണ്ണായി വാര്യരാണ്. പിന്നെ അത് കേരളത്തിൻ്റെ ശാകുന്തളം എന്നും വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? നളചരിതം ആട്ടക്കഥേനെയാണ്. ഉണ്ണായി വാര്യർ സ്മാരകം എവിടെയാണ്? ഇരിങ്ങാലക്കുടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ 3ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ എന്താണ്? ആട്ടക്കഥകളെക്കുറിച്ചാണ്. ആരാണ് ആട്ടക്കഥകൾ രചിച്ചിട്ടുള്ളത് എന്നതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ബാലരാമഭാരതം രചിച്ചത് ആരാണ്? കാർത്തിക തിരുനാൾ ബാലരാമവർമ്മയാണ് അത് രചിച്ചത്. രുക്മിണി സ്വയംവരം രചിച്ചത് ആരാണ്? അശ്വതി തിരുനാൾ രാമവർമ്മയാണ്. പിന്നെ നമ്മൾ ഏതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു? കർണശപഥം ആരുടെ ആട്ടക്കഥയാണെന്ന് പറഞ്ഞു? മാലി വി മാധവൻ നായരുടെയാന്ന് പറഞ്ഞു. പിന്നെ ഉത്തരാ സ്വയംവരം ആരുടെ ആട്ടക്കഥയാണെന്ന് നമ്മൾ പറഞ്ഞു? അത് ഇരയമ്മൻ തമ്പിയുടെ ആട്ടക്കഥയാണ് അതെന്ന് പറയുന്നത്. പിന്നെ രാവണ വിജയം അത് ആരുടെ ആട്ടക്കഥയാണ്?
കിളിമാനൂർ കോയി തമ്പുരാൻ്റെ അല്ലെങ്കിൽ കിളിമാനൂർ രാജരാജവർമ്മയുടെയാണ് ആ ആട്ടക്കഥ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിശേഷണം എന്താണ്? കരീന്ദ്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന കഥകളി ആചാര്യനും കൂടി ആരാണ്? കിളിമാനൂർ രാജരാജവർമ്മയാണ്. അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.